അല്ല ഇതെന്ത് പറ്റി മോട്ടു? ഇത്രയ്ക്ക് ജലദോഷം വരാൻ കാരണം എന്താ? അതൊന്നും ചോദിക്കണ്ട ചേട്ടാ, വരേണ്ടത് വഴി തങ്ങോ. വേഗം കുറച്ച് ചൂടുള്ള സമൂസ ഇങ്ങതാ, അത് കഴിക്കുമ്പോ ഈ ജലദോഷമൊക്കെ അങ്ങ് മാറും. അതെ മോട്ടു, ഇവിടെ തുമ്മാൻ പറ്റില്ല കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതെ, ഇവിടെ നിന്നും തുമ്മാതെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ. ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. നിന്റെ അസുഖം മാറിയിട്ട് ഇവിടെ വന്നാ മതി, മനസ്സിലായോ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അയ്യോ അരുത് അരുത്, വേണ്ട, ഇവിടെ വേണ്ട. ഇനി മേലാ നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇല്ല, ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല. ഞാൻ പോവാണ് മഹാരാജാവ് തിരുമനസിന്റെ കൊട്ടാരത്തിലേക്ക്. അവിടുത്തെ പെയിന്റിംഗ് എക്സിബിഷന്റെ സെക്യൂരിറ്റിയുടെ ജോലി എനിക്കാണ് തന്നിരിക്കുന്നത്. മഹാരാജാവേ, ഇതാണ് മോട്ടു പത്ലു. നിങ്ങളുടെ പെയിന്റിംഗ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഇവരെ രണ്ടുപേരാണ് ഇൻചാർജ്. ഗുഡ്, വെരി ഗുഡ്. ഈ പെയിന്റിംഗ് 500 വർഷം പഴക്കമുള്ളതാണ്. ഇത് എന്റെ മുതുമുത്തച്ഛന്മാരുള്ള കാലം തൊട്ടേ ഉള്ളതാണ്. ഇതിന്റെ വില 20 കോടി രൂപയാണ്. പിന്നെ ഇത് വാങ്ങുന്നതിനായി അനന്തപുർ മഹാരാജ ഇവിടെ എഴുന്നള്ളുകയാണ്. കള്ളന്മാരും ഇങ്ങോട്ട് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട സാറേ. നിങ്ങളത് കാര്യാക്കണ്ട സാറേ, അവന് ജലദോഷാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു പരുന്ത് പോലും ഇതുവഴി പറക്കില്ല. ഗുഡ്, വെരി ഗുഡ്. മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? എന്ത് പണിയാ ചെയ്തത്? 20 കോടിയുടെ പെയിന്റിംഗ് ഈ പരുവത്തിലാക്കി വെച്ചോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? 20 കോടി എവിടെന്നാ കിട്ടുക? അല്ലെങ്കിൽ രാജാവ് നമ്മളെ ജയിലിൽ പിടിച്ചിടും. ജീവിതകാലം മുഴുവനും അടിമപ്പണി ചെയ്യേണ്ടി വരും. നീ ഒന്ന് വിഷമിക്കാതിരിക്കേ. ഈ പെയിന്റിംഗ് ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്നേ. പൊളിക്കരുതല്ലോ. ഇദ്ദേഹത്തിന്റെ മുഖത്തിന് എന്താ പറ്റിയെന്ന്? പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. ഗസീറ്റാറാം, നിങ്ങൾ എന്റെ കൂടെ വാ. ഡോക്ടർ ജഡ്ക ഇവിടെ തന്നെ നിക്ക്. ഞങ്ങൾ ഇപ്പൊ വരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ഇവിടുന്ന്? ഞങ്ങള് വരുന്നത് വരെ മര്യാദയ്ക്ക് അവിടെ തന്നെ നിന്നോ. അല്ലെങ്കിൽ മഹാരാജാവ്, നീ ഈ പെയിന്റിങ്ങിന് എന്താണോ ചെയ്തത് അതുപോലെയായിരിക്കും നിന്നെയും ചെയ്യുന്നത്. ഈ പെയിന്റിംഗ് ജീവനുള്ള പോലെയുണ്ട്. സർ, ഇതാരാ വരച്ചത്? ഞാൻ വരച്ചതൊന്നുമല്ല കേട്ടോ. അതെനിക്കും അറിയാം. മമ്മി, അയാൾ എന്റെ ഐസ്ക്രീം എടുത്തോണ്ട് പോയി. എടോ, നിങ്ങൾക്ക് നാണല്ലേ പിള്ളേരുടെ ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ? എന്റെ രോഗികളാണ് സത്യം. ഇനി ഇതുപോലെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മോ, നിങ്ങൾ രണ്ടാളെ ഇവിടെ എന്തായി കാട്ടുന്നത്? നിങ്ങൾ രണ്ടാളിപ്പോ എന്താ എന്നോട് പറയാൻ പോകുന്നത്? എന്താത്? എന്റെ അമ്മോ, മമ്മി
ഡാഡി പുട്ട് കടല പഴംപൊരി എന്താണത്? നിങ്ങൾ രണ്ടാളും എന്തായി കാണിച്ചു വെച്ചിരിക്കുന്ന? മിക്കവാറും ഇന്നെന്റെ തൊപ്പി തെറിക്കുന്ന തോന്നണ. ചിങ്കം സാറേ, മോട്ട് തുമ്മിയതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അവൻ അവന്റെ തുണി വെച്ച് അതൊന്ന് തുടച്ചതാ, അപ്പോഴങ്ങനെ ആയത്. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? ഒരു മിനിറ്റ്, ആ പെയിന്റിംഗ് ഒന്നും നനഞ്ഞാ പോവില്ല. അത് വാട്ടർ പ്രൂഫ് ആണല്ലോ. ഒരു മണിക്കൂറിനകം നീയും മോട്ടവും ചേർന്ന പെയിന്റിംഗ് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടാളും വെടിവെക്കും. മനസ്സിലായോ? ചെല്ലേ. അതെ, തൽക്കാലത്തേക്ക് ഈ മുഖം നമുക്കവിടെ വെച്ച് നോക്കാലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവം ഞാൻ ഉപയോഗിച്ച് ഈ പെയിന്റിങ്ങിന് ഞാൻ ഒരു പുതിയ രൂപം കൊടുത്തിരിക്കും. ഇതാ കണ്ടോളൂ, എങ്ങനെയുണ്ട്? എനിക്കിനി ഓടാൻ വയ്യ. എന്നെ എവിടെയെങ്കിലും ഇരുത്ത്. കൊള്ളാം, എന്ത് നല്ല കവിതയാ പറഞ്ഞേ. എടാ മണ്ണ, കവിതയുടെ കാര്യമൊക്കെ വിട്ട് നീ എന്നെ ഒന്ന് എടുക്കാൻ നോക്ക്. എടുക്ക്. നിങ്ങളുടെ ബോസിനെ ഈ കസാരയിൽ ഇരുത്ത്. ആ പെയിന്റിങ്ങിന് എന്തെങ്കിലും സംഭവിച്ച ഒരു രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. താങ്ക് യു. ഈ മോട്ടും പത്തിലും എത്ര നല്ല ആൾക്കാരാ. നിങ്ങൾക്ക് ഇരിക്കാനായി കസേര കൊണ്ടുവന്ന് തന്നു. ആ പെയിന്റിംഗ് എവിടെടാ? അത് അവന്മാര് കൊണ്ടുപോയി ബോസ്. ഇല്ല. അവര് നമ്മെ മണ്ടന്മാരാക്കിയിരിക്കുക. വാ, പോയി പിടിക്കാം. ബോട്ടോ, നീ ഓടി വിടത്തില്ലേ? വാ, വാരി കയറി റെസ്റ്റ് എടുക്ക്. താങ്ക് യു വല്യേട്ടാ, താങ്ക് യു. മോട്ടു, നീ എന്താ ചെയ്തേ? വേഗം എന്തെങ്കിലും ചെയ്യേ. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക് നീ തന്നെ എന്തേലും ചെയ്യേ. ഐഡിയ. വാനില് ബോംബുണ്ട്. ബോസിന്റെ ജീവൻ വേണമെങ്കിൽ ബോസിനെ എടുത്തോണ്ട് പോയിക്കോ. വേഗം നിങ്ങളും ചാടിക്കോ. വാനില് ബോംബ് വെച്ചിട്ടുണ്ട്. ബോസ്, പത്തിലു എത്ര നല്ലവനാ. അവൻ നമ്മുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. വെള്ളമില്ലാതെ കടലില്ല, ഉപ്പില്ലാതെ കഞ്ഞിയില്ല. അവൻ നമ്മളെ രക്ഷിച്ചതല്ല, അവൻ പെയിന്റിംഗ് കൊണ്ട് കടന്നു കളഞ്ഞതോ. നമ്മുടെ മോട്ടും പത്തിലും എവിടെയാണാവോ? എനിക്ക് തോന്നുന്നത് ഇന്നത്തോടെ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം കഴിഞ്ഞെന്നാ. നോക്കൂ മഹാരാജാവേ, ഇതാണ് 20 കോടി രൂപ വിലമതിപ്പുള്ള 500 വർഷം പഴക്കമുള്ള പെയിന്റിംഗ്. കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. 500 വർഷങ്ങൾക്ക് മുൻപും മോഡേൺ ആർട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ പെയിന്റിങ്ങിന്റെ വില 20 കോടിയൊന്നുമല്ല, 20 ലക്ഷം. ശരി, 20 ലക്ഷം തന്നെ തന്നോളൂ. 20 ലക്ഷം കോടിക്ക് ഈ പെയിന്റിംഗ് ഞാൻ വാങ്ങിച്ചോളാം. 20 ലക്ഷം കോടിയോ? എടുത്തോളൂ. ഇനി നിങ്ങളുടേതാണ് ഈ പെയിന്റിംഗ്.
നമ്മുടെ പെയിന്റിംഗ് എവിടെ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം. മഹാരാജാവേ, ഇതാണ് നിങ്ങളുടെ ശരിക്കുള്ള പെയിന്റിംഗ്. കളവ് പോയതായിരുന്നു. ഞങ്ങളിത് കള്ളന്റെ അടുത്തുനിന്ന് മേടിച്ചോണ്ട് വരായിരുന്നു. എനിക്ക് നിങ്ങളിൽ വളരെ സന്തോഷമുണ്ട്. 20 കോടിക്ക് പകരം 20 ലക്ഷം കോടി ഇപ്പോ എനിക്ക് കിട്ടും. ഈ സന്തോഷത്തിൽ ഞാൻ എല്ലാവർക്കും 20 എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും 20 ലക്ഷം രൂപ വെച്ച് കിട്ടുമെന്നാ. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും 20 സമോസ തരുന്നു.